ഹലോ! ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് മുറിയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നയന അങ്ങോട്ടേക്ക് നടന്നു വരുന്നത്. നയന കുറച്ച് വേച്ചാണ് നടക്കുന്നത്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആദർശ് അത് കാണുന്നുണ്ടായിരുന്നില്ല. ആദർശ് കമ്പ്യൂട്ടറിൽ തന്നെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നയന വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, അയ്യോ കാലിന് നല്ല വേദനയുണ്ട്, നടക്കാൻ പറ്റുന്നില്ല. ചേച്ചി സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ പോയപ്പം ഓടിച്ചെന്ന് പിടിച്ചതാ, കാലുളിക്കുന്ന തോന്നുന്നേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് ഇരുന്നേ, ഞാൻ ഓയിൽമെൻറ്റ് ഇട്ട് തരാം. അപ്പം നയന വേഗം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കാല് ഇങ്ങോട്ടേക്ക് വെക്ക്. അപ്പോൾ ആദർശ് നേരെ കാല് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആദർശ് ഓയിൽമെൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നയന സ്നേഹത്തോടു കൂടി തന്നെയാണ് ആദർശിനെ നോക്കുന്നത്. ആദർശും അതുപോലെ തന്നെ പരസ്പരം ഒന്നും പറയുന്നില്ലെങ്കിലും കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്ന രീതിയിലാണ് അവർ പരസ്പരം നോക്കുന്നത്. അപ്പോഴാണ് മൂർത്തിയും വസുന്ധരയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. രണ്ടുപേർക്കും ആ കാഴ്ച കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാവാണ്. കാരണം കൊച്ചുമോന് മരുമകളെ സ്നേഹിക്കുന്ന ആ ഒരു കാഴ്ച എന്ത് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം നൽകുന്നതാണല്ലോ. പെട്ടെന്ന് തന്നെ നയന തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കാര്യം, അതായത് അവർ നോക്കി നിൽക്കുന്ന നയനയും കാണുന്നുണ്ട്. അപ്പോൾ ആദർശനെ തന്നെ നോക്കുകയാണ് നയന. അതിനുശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മുത്തശ്ശനും മറിഞ്ഞു നിന്ന് നോക്കുന്ന കണ്ടിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നെ സ്നേഹിക്കുക. അപ്പോൾ ആദർശ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്? ചെറിയ ആശ്വാസമുണ്ട്, എന്നാലും നടക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ആദർശ് സ്നേഹത്തോടെ പറയും, ഞാൻ പിടിച്ച് നടത്തിക്കാം. ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ശേഷം അവളെ ചേർത്ത് പിടിച്ചിട്ട് തോളിലൂടെ കൈയിട്ടിട്ട് ആദർശ് നടത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണോ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്നോടുള്ള സ്നേഹത്തിൽ 1% ആത്മാർത്ഥതയുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏയ്, അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടെങ്കിൽ അത് മാറ്റിത്തരാനൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് അഭിനയിക്കാനും അറിയത്തില്ല. അപ്പം നയന പറയാണ്, എനിക്ക് വിശ്വാസമൊന്നുമില്ല. ആദർശേട്ടനെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. പിന്നെ അത്യാവശ്യം ആക്ഷൻ രംഗങ്ങളിലൊക്കെ ശോഭിക്കുകയും ചെയ്യും. തല്ലൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇടയ്ക്ക് ഇപ്പം ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നൊന്ന് അവധിയെടുത്തിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് നല്ലതാ. അത്യാവശ്യം ഗ്ലാമറും ഉണ്ടല്ലോ. അപ്പോൾ ആദർശം ചിരിച്ചുകൊണ്ട് പറയും, ഞാനേ പരസ്യത്തിൽ പോലും അഭിനയിക്കാറില്ല. പിന്നെയല്ലേ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. അതിനൊക്കെ കഴിവുള്ള വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നീ പോയാൽ വളരെ നന്നായിരിക്കും. നിനക്കാ എന്നേക്കാൾ അഭിനയമൊക്കെ വശമുള്ളത്. അപ്പം നയന ചിരിച്ചുകൊണ്ട് പറയാണ്, അതെ, ഒരുപാട് അഭിനയിക്കേണ്ടി വരും. ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഇഷ്ടപ്പെടാതെ ഒരു പെൺകുട്ടി ആ വീട്ടിലേക്ക് വന്നാൽ കണ്ണീര് അടക്കി നിർത്താൻ വേണ്ടി ഒരുപാട് അഭിനയിക്കേണ്ടി വരും. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏയ് ഒന്നുമില്ല, ചില നേരത്ത് വെറുപ്പ് തോന്നുക എനിക്ക് എന്നോട് തന്നെ. എന്തിനാ ഇങ്ങനൊരു ജന്മം എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അങ്ങനെ ജീവിതത്തിൽ നിരാശയില്ലാത്ത മനുഷ്യന്മാരില്ല. ആ നിരാശയ്ക്കൊക്കെ എന്തെങ്കിലും കാരണവും കാണുമായിരിക്കും. നയന പറയാണ്, എന്നാ ഞാനിങ്ങനെ വേദനിക്കുന്നതിന് ഒരു കാരണവും ഇല്ല. അത്രത്തോളം ഞാൻ ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും എന്താണെന്നറിയില്ല, കിട്ടുന്നതൊക്കെ തിരിച്ചടിയാ. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പുകയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നീ ആരോടും പറയാതെ വീട് വിട്ടു പോയത്. പക്ഷേ അതിൻ്റെ കാരണം വ്യക്തമാക്കാതെ ആർക്കും നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം നയന പറയാ, കാരണം വ്യക്തമാക്കിയാലും ആരും എന്നെ അംഗീകരിക്കില്ല. നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാ. കുടുംബത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും സ്വാർത്ഥരാവാൻ പറ്റില്ല. നന്ദു ഒറ്റയ്ക്ക് നിൽക്കുന്നിടത്തേക്കാണ് അനാമികയും കൊണ്ട് അനി വരുന്നത്. അപ്പം നന്ദു രണ്ടുപേരെയും കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ മുഖത്ത് വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ല. നന്ദു എത്രത്തോളം ടെൻഷനിലും സങ്കടത്തിലൊക്കെ ആണല്ലോ ഉള്ളത് അനി നഷ്ടപ്പെടുന്നതിൻ്റെ ഇതിൽ. അപ്പം അനാമിക കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഒന്നുകൂടെ മുഖം ഡള്ളാവുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, നന്ദുവിനൊരു ഗിഫ്റ്റ് തരണമെന്നുണ്ട് അനാമികയ്ക്ക്. അപ്പോൾ അതെന്താന്നുള്ള അർത്ഥത്തിൽ നന്ദു തിരിച്ചു ചോദിക്കും, ഗിഫ്റ്റോ? അപ്പോൾ അനാമിക ചിരിച്ചുകൊണ്ട് പറയും, അതെ, ഞങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ഒരർത്ഥത്തിൽ കാരണമായത് നന്ദുവാ. അതിനെൻ്റെ സമ്മാനം. അപ്പം നന്ദു പെട്ടെന്ന് തന്നെ പറയും, ഏയ് എനിക്കൊന്നും വേണ്ട. പെട്ടെന്ന് അനി ചോദിക്കുന്നുണ്ട്, അതെന്താ നന്ദു അങ്ങനെ? ഒരാളൊരു ഗിഫ്റ്റ് സന്തോഷത്തോടെ തരുമ്പോൾ അത് വാങ്ങിക്കുകയല്ലേ വേണ്ടത്? അപ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ ഗിഫ്റ്റ് തരാൻ മാത്രമുള്ള സഹായമൊന്നും ഞാൻ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. അല്ല, മറ്റുള്ളവരുടെ ഫോണിൽ നിന്ന് അനാമിക എന്നെ വിളിച്ചപ്പോൾ അനാമികയുടെ ഫോൺ നമ്പർ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചത് നന്ദു അല്ലേ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഓ, അത് അത്ര വലിയ സഹായമാണോ? അപ്പോൾ അനാമിക പറയാണ്, എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സഹായമാണ്. നാളെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിലും അത് അതിന് വലിയൊരു കാരണമാണ്. അപ്പോൾ അനി വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, വാങ്ങിക്കും നന്ദു, ആദ്യമായിട്ട് അനാമിക ഒരു ഗിഫ്റ്റ് തന്നതല്ലേ. അപ്പോൾ അനാമിക ഗിഫ്റ്റ് നന്ദുവിന് നേരെ നീട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാ നല്ല വിലപിടിപ്പുള്ളൊരു സാരിയാണ്, ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ, പിടിക്കേ. അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ സാരി ഉടുക്കാറില്ല, അങ്ങനെ ഒരു ശീലം എനിക്കില്ല. അപ്പം അനാമിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വാശി പിടിക്കരുത് കേട്ടോ. നാളെ നന്ദുവിനൊരു കല്യാണം ഉണ്ടായ ആ സമയത്ത് സാരി ഉടുക്കണ്ടേ? ആ സമയത്ത് കല്യാണ മണ്ഡപത്തിലേക്ക് കയറാൻ ഇതുപോലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണോ? അപ്പോൾ നന്ദുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അനിയും കുറച്ച് പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് ന്യായമായൊരു ചോദ്യമാണ്. അപ്പോൾ അനാമിക പറയാണ്, ഇനിയിപ്പോൾ ഉടുത്തില്ലേലും കുഴപ്പമില്ല, പക്ഷേ ആഗ്രഹിച്ച് വാങ്ങിച്ചതാ, നിരസിക്കരുത്. അനി വീണ്ടും പറയാണ്, വാങ്ങിക്കും നന്ദു. അങ്ങനെ അവസാനം നന്ദു വാങ്ങിക്കുകയാണ്. അപ്പോൾ അനാമിക പറയാം, ഇനി നമുക്ക് ഒരുമിച്ച് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചാലോ? അപ്പോൾ നന്ദു പറയും, നിങ്ങൾ കഴിച്ചോ, എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് നന്ദു ആ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് തിരിച്ച് നടക്കുകയാണ്. നന്ദുവിന് പിന്നാലെ തന്നെ അനിയും അനാമികയും കൂടെ തിരിച്ചു വരുന്നുണ്ട്, അതായത് റെസ്റ്റോറൻറ്റിൽ പോകാൻ. അപ്പോൾ പെട്ടെന്ന് അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല, അവൾക്കേ നിൻ്റെ ഒപ്പം എന്നെ കാണുന്നത് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു.
അപ്പം അനി പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല, അവളൊരു നല്ല പെൺകുട്ടിയാ. അപ്പം അനാമിക തിരിച്ചു ചോദിക്കുകയാണ്, ഒരു സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ നിന്റെ ഹൃദയത്തിൽ ഇടം പിടിക്കാറുണ്ടല്ലേ? അതെന്താ അനാമിക അങ്ങനെ പറഞ്ഞേ? സത്യം പറയാലോ, ഈ അടുത്ത കാലത്താ എനിക്കൊന്ന് രണ്ട് പെൺസുഹൃത്തുക്കൾ ഉണ്ടാവുന്നത്. എന്നാൽ ഇനി മുതൽ സുഹൃത്തായിട്ടും ഭാര്യയായിട്ടും ഒരാൾ മതി നിന്റെ ജീവിതത്തിൽ. എനിക്ക് ഭയങ്കര ദേഷ്യവും ഇഷ്ടക്കേടൊക്കെ തോന്നുന്നുണ്ട് അനാമികയുടെ സംസാരത്തിൽ. ഇടപിടിയുന്ന കാര്യങ്ങൾ ഇത്രത്തോളം സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് അനാമിക പറയുന്നുണ്ട്, നിന്നെ കാണുന്നതിന് മുമ്പ് തന്നെ നീ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. ഇനി എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ നേടിയിരിക്കും. അപ്പോഴും വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് അനി പറയുന്നത്. എനിക്കെന്തോ എല്ലാം വളരെ പെട്ടെന്നായിപ്പോയി എന്നൊരു തോന്നൽ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ തളക്കപ്പെടുമെന്ന് ഓർത്തിട്ടാണോ? ഒരർത്ഥത്തിൽ അത് ശരിയാ, സ്വാതന്ത്ര്യം ഒരുപാട് നഷ്ടപ്പെടും അനി പറയുന്നുണ്ട്. അപ്പം അനാമിക കൂളായിട്ട് ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ഇത് വേണ്ടാന്ന് വെച്ചാലോ? അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഞാനതിനെ ശക്തമായിട്ട് എതിർക്കുന്നില്ല. ഒരു താല്പര്യമില്ലാത്ത മട്ടിലാണ് അനി സംസാരിക്കുന്നത്. അപ്പം അനാമിക വാശിയോടെ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ എതിർക്കും. ഞാൻ ഇഷ്ടപ്പെട്ട ആളിനെ എനിക്ക് വേണം, അതെൻ്റെ വാശിയാ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക മുന്നിലായിട്ട് നടക്കുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ അനിയും പോകുന്നുണ്ട്. പൂജാമുറി ദൈവത്തിന് മുന്നിൽ കൈകൾ കൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നയന പറയാണ്, എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അതെന്നെ അറിയിച്ചു തന്നു. അതിനു മുമ്പ് വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. അതുപോലെ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ആ കുറിപ്പിൽ എന്നാണ് ഞാൻ കരുതിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനതെടുത്ത് വായിക്കില്ലായിരുന്നു. ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥനയോടെ എഴുതിയിടുന്നത് വായിക്കാൻ പാടില്ലെന്നാ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞത്. എന്നിട്ടും ഞാനതെടുത്ത് വായിച്ചതിനുള്ള ശിക്ഷയാണോ എനിക്ക് തന്നത്? ഈ ലോകത്ത് എന്നെപ്പോലെ ഗതികെട്ട ഒരു പെൺകുട്ടി ഉണ്ടാവില്ല ഭഗവാനെ. ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഭഗവാന്റെ പ്രതിമകളെല്ലാം ഗുണ്ടകൾ കടത്തിക്കൊണ്ടുപോയപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട ആദർശേട്ടൻ അതെല്ലാം വീണ്ടെടുത്ത് തന്നത്. പിന്നെ അറിയാലോ ചേച്ചിയെ തട്ടിക്കൊണ്ടു പോയപ്പോഴുള്ള അവസ്ഥ. അന്നും ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ആദർശേട്ടൻ എനിക്കും ചേച്ചിക്കും വേണ്ടി ചെയ്തു തന്നത്. എൻ്റെ കണ്ണീരൊപ്പി എൻ്റെ കുടുംബത്തിൻ്റെയും. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എങ്ങനെ സംശയിക്കും? അത് മാത്രമാണോ പൂജ കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും പോയത് മനസ്സ് നിറഞ്ഞിട്ടാ. മകളുടെ സന്തോഷം കണ്ടിട്ട്. അവർ വീടെത്തി കാണില്ല, അതിനു മുമ്പ് അവർക്ക് വീണ്ടും കരയേണ്ട അവസ്ഥ വന്നില്ലേ? എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ മനസ്സിലാക്കിയില്ലേ? എൻ്റെ മനസ്സ് ഭഗവാൻ അറിയില്ലേ? എനിക്കൊന്നും വേണ്ട. ഈ കൊട്ടാരം പോലുള്ള വീട്ടിൽ എല്ലാ ജോലികളും ചെയ്യാൻ ഞാൻ തയ്യാറാ. എനിക്ക് വേണ്ടത് ഇത്തിരി സ്നേഹ. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണെന്നുള്ള പരിഗണനയാണ്. അത്രയും മതി. അതെൻ്റെ അമ്മായിയമ്മ തരില്ലെന്നറിയാം. ഭർത്താവും അതുപോലെ ആയാൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു പൊടി സ്നേഹം കിട്ടിയാൽ മതി. എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ഭാര്യയുണ്ടെന്ന് ഒരു തോന്നലുണ്ടായാൽ മതി. ഞാൻ എത്ര നാൾ വേണമെങ്കിലും എല്ലാം മറന്ന് ഇവിടെ ജീവിച്ചോളാം. മറിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് എനിക്ക് തീരാ വേദനയാണ്. അതിൻ്റെ അളവെത്രയാണെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഈ കുടുംബത്തിനും വേണ്ടിയിട്ടല്ല, ആദർശേട്ടന് വേണ്ടി അദ്ദേഹം എന്നെ സ്നേഹിക്കണം. നവ്യ ഹാളിലിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴുണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ കനകയും ഗോവിന്ദനും സ്റ്റെപ്പ് കയറി വരുന്നു. അതായത് ഉമ്മറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെന്താ ഇവിടെ എന്നൊരർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് കനക വേഗം ഓടിപ്പാഞ്ഞ് വന്ന് നവ്യയുടെ അടുത്തിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ? മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ വെപ്രാളത്തോടെ ചോദിക്കുമ്പോഴത്തേക്ക് നവ്യ പുച്ഛത്തോടെ പറയും, എനിക്കൊരു കുഴപ്പമില്ല. മോള് സ്റ്റെപ്പിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന അങ്ങോട്ടെത്താണ്. അപ്പോൾ കനക സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്, നയന മോളെ. അപ്പോൾ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, ചൂടാറുന്നതിന് മുമ്പ് ഇവളായിരിക്കും ഇതൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ കനകയോട് പറയും, സ്റ്റെപ്പിൽ നിന്ന് ചിലപ്പോൾ താഴെ വീണു നോക്കിയിരിക്കും, അതിനെന്താ കുഴപ്പം? അയ്യോ കുഴപ്പമോ ഗോവിന്ദേട്ടാ എന്നൊക്കെ കനക വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദനും പറയാണ്, ഈ സമയത്ത് അങ്ങനെ വീഴുന്നത് അമ്മയും കുഞ്ഞിനെയും ബാധിക്കില്ലേ മോളെ? അപ്പം നവ്യ താല്പര്യമില്ലാത്ത മട്ട് പറയും, എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു എന്ന് അറിയുമ്പോൾ ഇങ്ങനെ ഓടി വരുന്നത് ശരിയല്ല അമ്മേ. ഇപ്പം അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഞാൻ വീണെങ്കിൽ ഒന്ന് വിളിച്ച് വിവരം തിരക്കിയാൽ പോരെ? ഗോവിന്ദനും കനക ഇത് ആർക്ക് വേണ്ടിയാ വന്നതെന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി. നയനക്കാണെങ്കിൽ സങ്കടം തോന്നുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട്. എന്നിട്ട് കനക ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടായോ? എനിക്കല്ല, ഈ വീട്ടിലുള്ളവർക്കാ ബുദ്ധിമുട്ട്, നവ്യ പറയുന്നുണ്ട്. അപ്പം നയന പറയാണ്, ഈ വീട്ടിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങൾ രണ്ട് പെൺമക്കൾ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വരുന്നതിൽ എന്താ തെറ്റ്? അപ്പം നവ്യ പറയുന്നുണ്ട്, നീ ആയിരിക്കും ഇതെല്ലാം വിളിച്ച് അറിയിച്ചത്, ചോദിക്ക് ഞാനാണോന്ന്. നയനയും തിരിച്ചു പറയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നത്, വിളിച്ചു പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ മോളെ, ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ ഞങ്ങൾ വരണ്ടേ? അപ്പോഴേക്കും ജലജ അഭി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ജലജ പരിഹസിച്ചോട് പറയാണ്, പിന്നെ വരണം വരണം, വന്ന് സങ്കടം രേഖപ്പെടുത്തിയിട്ടേ പോകാവൂ. ഇന്നും കനകയുടെ അടുക്കളയിൽ തീ പുകഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നയന ദേഷ്യത്തോടെ ജലജയോട് പറയാണ്, ഞാൻ അപ്പച്ചിയോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ആഹാരം കഴിക്കാതിരിക്കുന്നവരല്ല ഞങ്ങളെന്ന്. നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത്. പിന്നെ ഇതുപോലുള്ള വീടൊന്നുമില്ല, പിന്നെ അനന്തപുരിക്കാരെ പോലെ അത്ര പണവും ഇല്ല. പക്ഷെ എന്ന് കരുതി ആത്മാഭിമാനം പണയം വെച്ച് ഞങ്ങൾ ഇന്നേ വരെ ജീവിച്ചിട്ടില്ല. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അതെ നവ്യമോള് വീണെന്ന് പറഞ്ഞിട്ട് മോൾക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും മുത്തശ്ശിയും ജാനകിയൊക്കെ ദേവയാനിയൊക്കെ കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനാ കനകയോട് വിളിച്ചു പറഞ്ഞത് മോള് വീണെന്ന്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ചേച്ചിക്ക് മനസ്സിലായല്ലോ ഞാനല്ല വിളിച്ചതെന്ന്.
അപ്പോൾ മുത്തശ്ശിയും ചോദിക്കുകയാണ്, മോള് വിളിച്ചാൽ എന്താ കുഴപ്പം? ഇത്തരം കാര്യങ്ങളൊക്കെ അമ്മയോടും അച്ഛനോടും വിളിച്ചു പറയണ്ടേ? അപ്പോൾ ജലജ കളിയാക്കുകയാണ്, കേട്ട പാതി കേൾക്കാത്ത പാതി രണ്ടും കൂടി ഇങ്ങോട്ടേക്ക് ഓടി പോകുന്നതാ. അപ്പം നവ്യ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കത്തില്ലേ അമ്മയെ? അപ്പോൾ ഗോവിന്ദൻ പറയാ, സാരയില്ല മോളെ, ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇനി എന്തായാലും കുഴപ്പമില്ല മോളെ, ഞങ്ങൾ പോയേക്കാം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതെന്തൊരു പോക്കാ ഗോവിന്ദ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ട് വേണ്ടേ പോവാൻ? അയ്യോ ഇപ്പോഴൊന്നും വേണ്ട അമ്മേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഏതായാലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കാം. മോളുടെ സഹായത്തിന് വേണ്ടി ഒരു ഹോം നേഴ്സിനെ വെക്കണമെന്നാണ് ഇവിടെ എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. സത്യം പറയാലോ, ഈ സമയത്ത് ഒരു ഹോം നേഴ്സിനേക്കാളും അമ്മമാരെ അരികത്ത് നിൽക്കുന്നതായിരിക്കും ഏത് പെൺകുട്ടികൾക്കും ഇഷ്ടം. അപ്പോൾ കനകയുടെ കണ്ണൊന്ന് മിന്നുകയാണ്, ദൈവമേ പെട്ടോ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഗോവിന്ദ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ കനക കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ? അപ്പോൾ കനകയും നവ്യയും കൂടെ പരസ്പരം മുഖത്തോട് നോക്കുകയാണ്, കാരണം രണ്ടുപേർക്കും താല്പര്യമില്ല അവിടെ നിൽക്കുന്നതിനെ കുറിച്ച്. അപ്പം അത് എന്നൊക്കെ പറഞ്ഞ് കനക വിസമ്മതം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം നയന ചിന്തിക്കുന്നത്, ഇല്ലാത്ത കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അമ്മയോട് ഇവിടെ നിൽക്കാൻ പറയുന്നത്. എന്നിട്ട് നയന വേഗം തന്നെ പറയും, അത് വേണ്ട മുത്തശ്ശി, ഇവിടെ ഇപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ. അപ്പം മുത്തശ്ശി നയനയെ വിലക്കുകയാണ്, മോളെ മൂത്തവർ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി സംസാരിക്കരുത്, അതെനിക്കിഷ്ടമല്ല. ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, ആദർശ് മോൻ്റെ മുത്തശ്ശനും അത് തന്നെയാണ് തീരുമാനം. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി? അല്ല മോനെ, നവ്യ നോക്കാൻ എന്തായാലും ഇപ്പോൾ ഒരാൾ വേണമല്ലോ, അങ്ങനെയാണെങ്കിൽ കനക ഇവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്താ നിൻ്റെ അഭിപ്രായം? അപ്പോൾ ആദർശ് ചോദിക്കും, അമ്മയുടെ അഭിപ്രായം എന്താ? അപ്പോൾ ദേവേന് പറയുന്നുണ്ട്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ ജലജ അലോസരത്തോടെ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഒരു ഹോം നേഴ്സിനെ വെക്കുന്നതിനേക്കാളും നല്ലത് അമ്മ തന്നെ നിൽക്കുന്നതാ. ആകെ മൊത്തം പെട്ടു എന്നുള്ള അവസ്ഥയിലാണ് കനകയും, ഒരു ഭാഗത്ത് നവ്യയും ഒരു ഭാഗത്ത് നയനയും. അപ്പോഴേക്കും ജലജക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, രണ്ടാളും കൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നത് വേറൊന്നിനുമല്ല. നേരത്തെ നയനയെ കാണാതായപ്പോൾ നമ്മൾ കൊന്നെന്നുള്ള രീതിയിലായിരുന്നല്ലോ കനകയുടെ സംസാരം. അതുപോലെ ഇപ്പോൾ ഇവളുടെ മോളെ നമ്മൾ മനഃപൂർവ്വം തള്ളിയിട്ടു എന്ന് പറയാനായിരിക്കും വരവ്. ഏതായാലും ആ സംഭവത്തിന് എല്ലാവരും സാക്ഷികളായത് നന്നായി, അല്ലെങ്കിൽ കഥകൾ വേറെ വന്നേനെ. അപ്പോൾ ആദർശ് കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ജലജയോട്, നയനയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുമ്പോൾ ഇവരോട് കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിച്ചൂടെ? അപ്പോൾ ജലജ പറയാ, മാന്യമായിട്ട് തന്നെയാ മോനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയും, നിർത്ത് കനകെ, നിനക്ക് സമ്മതമാണോ ഇവിടെ നിൽക്കാൻ? നിന്റെ മോളുടെ കാര്യമാണ്, അത് അത്ര നിസ്സാരമായിട്ട് കാണരുത്. അപ്പോഴേക്കും കനക വിൽക്കുകയാണ്, അത് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ ഒന്നിങ്ങോട്ട് വന്നു പറഞ്ഞ് ഗോവിന്ദനെയും കൊണ്ട് ഉമ്മറത്തേക്ക് ചെല്ലുകയാണ്. ചെല്ല് ഗോവിന്ദ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്ത്, എന്നിട്ട് എന്താന്ന് വെച്ചാൽ പറയും, ഞങ്ങളാരും നിർബന്ധിക്കുമെന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞേ. ഗോവിന്ദനും കനകയും കൂടെ ഉമ്മറത്ത് പോയ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ജലജ പറയാം, നീയൊക്കെ നന്നായിട്ട് നാടകം കളിക്കുന്നവരാ, നിന്റെ അമ്മയെ വരുത്താൻ വേണ്ടിയിട്ടാണ് നീ സ്റ്റെപ്പിൽ നിന്ന് വീഴുന്നതായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, അത് ശരിയാ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം സൂക്ഷിച്ച് നടന്നവൾ പെട്ടെന്ന് എങ്ങനെയാണ് കാല് തന്നെ വീഴുന്നത്? അപ്പോൾ നവ്യ കളിയാക്കിക്കൊണ്ട് പറയും, എല്ലാവരും അങ്ങനെ തന്നെ അഭി, അല്ലാതെ എന്നും വീഴാറൊന്നുമില്ല. ചില സമയത്ത് ബാലൻസ് തെറ്റും, സമയദോഷം വരുമ്പോൾ. ഇവിടെ അങ്ങനെ തന്നെ സംഭവിച്ചേ, അല്ലാതെ ആരെങ്കിലും മനഃപൂർവ്വം സ്റ്റെപ്പ് തെറ്റി വീഴുമോ? അപ്പോൾ നയന ചിന്തിക്കുകയാണ്, വയറ്റിലൊരു കുഞ്ഞില്ല എന്നിട്ടും ഒരു കൂസലുമില്ലാതെ സംസാരിക്കുന്നത് കേട്ടില്ലേ? ഉമ്മറത്തെത്തിയപ്പം ഗോവിന്ദൻ ചോദിക്കട്ടെ, നീ മക്കൾക്കൊപ്പം താമസിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, പിന്നെന്താ ഇപ്പം നിന്നാൽ? അതൊക്കെ ശരിയാ, പക്ഷേ ഗോവിന്ദേട്ടാ, ഇപ്പോൾ നമ്മുടെ വീട് തന്നെയാണ് നല്ലത്. എനിക്ക് ഈ വീടൊരു ജയിൽ പോലെയാണ് തോന്നുന്നത്. ജയിലോ? ഈ വീട്ടിൽ എന്തുമാത്രം അംഗങ്ങളുണ്ട്, പോരാത്തതിന് നീ സ്നേഹിക്കുന്നതിൻ്റെ 2 മക്കളും ഇല്ല ഇവിടെ. മക്കളെന്നൊന്നും പറയണ്ട, ഞാൻ ആ നവ്യയെ നോക്കാനാണ് ഇവിടെ നിൽക്കുന്നതെങ്കിലും അവൾക്ക് അതിനൊന്നും താല്പര്യമില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്നതും അവൾക്ക് അങ്ങോട്ട് വരുന്നതും ഇഷ്ടമില്ല. അതൊന്നും കാര്യമാക്കണ്ട, ആദർശ് മോൻ്റെ മുത്തശ്ശി പറഞ്ഞതല്ലേ, പിന്നെ കുറച്ച് ദിവസം ഇവിടെ നിൽക്ക്. അയ്യോ, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാ ഗോവിന്ദേട്ടാ? ആര് പറഞ്ഞു അവിടെ ആരും ഇല്ലെന്ന്? ഞാനും നന്ദുമോളൊന്നും പിന്നെ അവിടുത്തെ അംഗങ്ങളല്ലേ. നന്ദുവിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ അവൾ എങ്ങോട്ടൊക്കെ ഇറങ്ങി പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് തന്നെ വരാൻ ഗോവിന്ദേട്ടാ. മാത്രമല്ല ഗോവിന്ദേട്ടനും അത്യാവശ്യം കുറേ അസുഖങ്ങളൊക്കെ ഉള്ളതല്ലേ, സമയത്തിന് ആഹാരം എടുത്തു തരാനും മരുന്നൊക്കെ എടുത്തു തരാനും ആൾ വേണ്ടേ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ കാര്യം ആലോചിച്ച് താൻ വിഷമിക്കേണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ കനക വീണ്ടും പറയുന്നുണ്ട്, എന്നാലും എനിക്ക് വയ്യ ഗോവിന്ദേട്ടാ. അതെ, നമ്മുടെ 2 മക്കളുടെ അമ്മായിമ്മമാരുണ്ടല്ലോ, എന്നെ ഏതോ അന്യായിട്ടാണ് കാണുന്നത്. അവർക്ക് ഞാനിവിടെ നിൽക്കുന്നതിൽ ഒരു സന്തോഷവും ഇല്ല. പ്രത്യേകിച്ച് അബിയുടെ അമ്മയ്ക്കേ നമ്മളൊക്കെ വെറും പുറമ്പോക്കുകളാ. അപ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കനകെ, നമ്മുടെ മോളുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത്? ഈ തറവാട്ടിലൊരു കുഞ്ഞു പിറക്കാൻ പോവുക, ആ സമയത്ത് നവ്യമോൾക്ക് വേണ്ടി ഒരു ഹോം നേഴ്സിനെ നിർത്തുന്നതിനേക്കാൾ നല്ലതല്ലേ സ്വന്തം അമ്മ തന്നെ നിൽക്കുന്നത്? കുറച്ച് ദിവസം നിന്നിട്ട് വീട്ടിലോട്ട് വരാലോ. അതെ, നമ്മൾ ആഹാരം കഴിക്കാനും സുഖിച്ച് ജീവിക്കാനും ഒക്കെ ഇങ്ങോട്ട് വരുന്നതെന്നാ ആ ജലജ പറയുന്നത്. അതൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. നിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ മറുപടി കൊടുക്കാൻ നയനമോൾ ഇവിടെ ഉണ്ടല്ലോ. മോൾക്ക് നീ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം കനകയും ചിരിച്ചുകൊണ്ട് പറയും, എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല, കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക അല്ലേ? അപ്പോൾ ഗോവിന്ദന് സന്തോഷത്തോടെ തലയാട്ടാണ്. പിന്നെ എനിക്കിവിടെ ശ്വാസം മുട്ടലായി തോന്നി ഞാൻ അങ്ങോട്ടേക്ക് വരും. പിടിച്ചു നിൽക്കണം, ഇത് അവരുടെ ആവശ്യത്തിനല്ല, നമ്മുടെ മോളുടെ കാര്യത്തിനാണ്. അത് നീ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ നീ ഇവിടെ കുറച്ച് ദിവസം നിൽക്കുമെന്ന് ഞാൻ പറയാൻ പോവുക.
അപ്പോൾ കനകക്ക് ഒന്നുകൂടെ പേടി കയറുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തെ എപ്പിസോഡ് എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടോ. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരെയും ബൈ.